ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു സ്പെഷ്യൽ ഡിസൈൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ വെൽവെറ്റ് ഓർഗൻസയിൽ തന്നെ കുറച്ച് ക്രഷ്ഡ് ആണ് ഇത് വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടതിൽ നിന്ന് കുറച്ചുകൂടെ ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ വന്നേക്കുന്ന അതിന്റെ മെയിൻ ഹൈലൈറ്റിന്റെ കളേഴ്സ് ആണ്, കൊതിയാവുന്ന കളേഴ്സ് ആണ് എല്ലാം വന്നിട്ട്. എല്ലാം ഒരു ലൈറ്റ് ടൂ ടോൺ പോലെ ഉണ്ടോ ഈ ഒരു വർക്കാണ് കൊടുത്തേക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഹാൻഡ് വർക്ക് ആയിരുന്നു. ഇതിൽ എംബ്രോയിഡറി പാറ്റേൺ ആണ് വന്നേക്കുന്നുണ്ടോ. ഇതൊരു കൈൻഡ് ഓഫ് മെറൂൺ ഒന്നും പറയത്തില്ല, ഒരു ടൂ ടോൺ ആണ്. നല്ലൊരു ഷെയ്ഡ് ഉണ്ടോ. ഇത് ഞാൻ ഇട്ടേക്കുന്ന സെയിം ഷെയ്ഡ് വന്നേക്കുന്നു. ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഓർക്കിഡ് ലാവൻഡർ ഷെയ്ഡ്. ഇത് നല്ലൊരു ഗ്രീൻ, ലൈറ്റ് പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. ഇതുണ്ട്, ഇതൊക്കെ കൊതിയാവും. ഇതൊരു കൈൻഡ് ഓഫ് പിങ്ക് പോലെ നിൽക്കുന്ന ഒരു ഷെയ്ഡ്. ഇത്രയും കളേഴ്സിലാണ് വന്നേക്കോ. ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് വൺ ഈ ഒരു ഞാൻ ഇട്ടേക്കുന്ന ഒരു ഓറഞ്ച് പോലെ നിൽക്കുന്ന ഷെയ്ഡാണ്. പക്ക ഓറഞ്ച് ഒന്നും പറയത്തില്ല, എല്ലാം ഒരു ടൂ ടോൺ ആണ്. വെൽവെറ്റ് ഓർഗൻസ ഫാബ്രിക് ആണ്. എന്നാലും ചെറിയൊരു ലൈറ്റ് ഫോമിൽ അത് ക്രഷ്ഡും ആണ്. അതിൽ ഇതുപോലെ കുറേ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു എംബ്രോയിഡറി വർക്കിൽ വന്നിട്ട്. അല്ല, എംബ്രോയിഡറി ആണ് നമ്മൾ ഇത്തവണ ചെയ്തേക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത് ദുപ്പട്ട. എന്നിട്ട് ഇടയ്ക്കൂടെ ചെറിയ ചെറിയ ബുട്ടി ആയിട്ടും വർക്ക് വന്നേക്കുന്നുണ്ട്. നെക്സ്റ്റ് ബോർഡർ സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഫാബ്രിക്കിനേക്കാൾ ഇതിന്റെ കളേഴ്സ് ആണ്. നോർമലി എല്ലാവരുടെയും കയ്യിൽ കാണുന്ന കളേഴ്സ് എല്ലാം റയർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഈ പിങ്ക് ഒക്കെ കണ്ടില്ല, അടിപൊളി പിങ്ക് ഷെയ്ഡും ഈ ഒരു ഓറഞ്ചും ഗ്രീനും ഒക്കെ അടിപൊളിയാണ്. അതിൽ ഒരുപാട് കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു ലെമൺ യെല്ലോ, ഗ്രീന്, പീച്ച്, അങ്ങനെ കുറേ കോമ്പിനേഷൻസ് ഈ എംബ്രോയിഡറിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു സെമി ക്രഷ്ഡ് എന്ന് പറയും, ഫുൾ ക്രഷ്ഡ് അല്ല, ലൈറ്റ് ക്രഷ്ഡ് ആയിട്ടുള്ള വെൽവെറ്റ് ഓർഗൻസ ഫാബ്രിക്കിലാണ് ഇത് വരുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട. സെയിം ഫാബ്രിക്കിൽ തന്നെ ബോർഡർ എംബ്രോയിഡറി ആണ്, ഫോട്ടോ ലൈനിങ്ങും വരുന്നുണ്ട്. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ലൊരു നമ്മുടെ ഓർക്കിഡ് വാലറ്റില്ല, ഒരു ലാവൻഡറിന്റെ ഷെയ്ഡാണ് വന്നേക്കുക. സെയിം കോമ്പിനേഷൻ, റൗണ്ട് ആയിട്ടുള്ള നെക്കാണ്, എംബ്രോയിഡറി ഫോം ആണ്. നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഭയങ്കര ഗ്ലേസിങ്ങും സിൽക്കി ഒക്കെ ആയിട്ടുള്ള നമ്മുടെ വെൽവെറ്റ് ഓർഗൻസയിൽ ഒരു സെമി ക്രഷ്ഡ് ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പം എല്ലാ മാർക്കറ്റിലും ഒരു ഫാസ്റ്റ് മൂവിങ് ആണ് ക്രഷ്ഡ് ഫാബ്രിക്കുകൾ, എല്ലാത്തിൻ്റെയും ക്രഞ്ചി ആയിട്ടുള്ള ക്രഷ്ഡ് ആയിട്ടുള്ള. അപ്പം ഈ വെൽവെറ്റ് ഓർഗൻസയിലും ഒരു ക്രഷ്ഡ്, സെമി ക്രഷ്ഡ് ആണ്, ഫുൾ ക്രഷ്ഡ് അല്ല ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. അടിപൊളി കളേഴ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. റേറ്റ് 1340, 1340 ഫ്രീ ഷിപ്പിംഗ്. എല്ലാം കൊതിയാവുന്ന ടൈപ്പ് കളേഴ്സ് അല്ലേ. എൻ്റെ നോക്കുമ്പം കണ്ടോ, ഒരു വെട്ടമടിക്കുമ്പം ഒരു ടൂ ടോൺ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഗ്രീനിൻ്റെ മേലെ വേറൊരു കളറിൻ്റെ ഒരു ബ്ലണ്ടൂടെ വരുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ് ഈ കളേഴ്സ് എല്ലാം കാണാനായിട്ട് തന്നെ. ആൻഡ് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഫാബ്രിക് പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുക. ബോട്ടോ ലൈനിങ്ങും വരുന്നുണ്ട്. ടോപ്പിൻ്റെ ലെങ്ത് 2.6 മീറ്റർ, ദുപ്പട്ട 2.4 മീറ്റർ വിത്ത് ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്. ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് മെറൂണെന്നോ റെഡെന്നോ ഒക്കെ പറയാൻ പറ്റും. ഇങ്ങനെ തിരിച്ചു വരുമ്പം ഓരോ കളേഴ്സും കാണാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്, നമ്മുടെ വെൽവെറ്റിനകത്ത് വരുന്ന ടൈപ്പ് ഒരു മെറൂൺ ഷെയ്ഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. നല്ലൊരു ഡാർക്കായിട്ട് നിൽക്കുന്ന നല്ലൊരു ഷെയ്ഡ് പാറ്റേൺ. സെയിം ഫ്യൂച്ചർ തന്നെ ഇതേപോലെ മൾട്ടി കളേർഡ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തേക്കുന്നത്. വിത്ത് ബോർഡർ വർക്ക് ഇടാണ് ദുപ്പട്ട. സെയിം ഫാബ്രിക്കിൽ തന്നെ സെമി ക്രഷ്ഡ് വെൽവെറ്റ് ഓർഗൻസ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. വിത്ത് ബോർഡർ വർക്ക് ആണ്. ഇത്രയും കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. നല്ല കളേഴ്സിലെല്ലാം വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് ഫാബ്രിക് പാറ്റേണുമാണ്. റേറ്റ് 1340 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഓർഡർ പ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്